എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യുന്നവർ തന്നെയാണോ എല്ലാവരും? എൻഡോമെട്രോസിലുള്ള ആൾക്കാരിൽ എപ്പോഴും ഇൻഫെർട്ടിലിറ്റിൻ്റെ ചാൻസസ് ഹയർ ആയിരിക്കും. പക്ഷേ എൻഡോമെട്രോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100% ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ എൻഡോമെട്രോസിസ് ഗ്രേഡിങ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ലീഷൻസിൻ്റെ വ്യാപ്തിയും സൈസും ലൊക്കേഷനും എല്ലാം അനുസരിച്ച് നമുക്കിതിനെ ഗ്രേഡ് 1, 2, 3, 4 എന്ന് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ഗ്രേഡ് കൂടുന്നോ ഇൻഫെർട്ടിലിറ്റിൻ്റെ ചാൻസസ് ഹയർ ആയിരിക്കും. ഈ എൻഡോമെട്രോസിസിൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ പെൽവിസിലെ അനാറ്റമി ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ബേസിക്കലി എല്ലാ ഓവുലേഷൻ സൈക്കിളിൽ പറ്റുന്നതെന്ന് വെച്ചാൽ അണ്ടാശയത്തിൽ നിന്ന് ഫോളിക്കിൾ ഡെവലപ്പായി വലുതായി അത് പൊട്ടിയാണ് അണ്ടം പുറത്തു വരുന്നത്. ഈ പുറത്തു വരുന്ന അണ്ടം സ്വാഭാവികമായിട്ട് ഫലോപ്പിയൻ ട്യൂബിൻ്റെ കൈകൾ, അതായത് ഫിംബ്രിയ എന്ന് പറയും. ഈ ഫിംബ്രിയ ഇതിനെ സക്ക് ചെയ്ത് അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് ഫലോപ്പിയൻ ട്യൂബിലേക്ക് ഈ അണ്ടത്തിനെ വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അനാറ്റമി നോർമൽ ആയിരിക്കണം, ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ പാടില്ല, ഈ പ്രോസസ്സ് എല്ലാം നോർമലായിട്ട് നടക്കണം. പക്ഷേ എൻഡോമെട്രോസിസിൽ പെൽവിക് അനാറ്റമി ഓൾട്ടേർഡ് ആയിരിക്കും, കുറേ തരം ഒട്ടലുകൾ ഉണ്ടാവും. ആൻഡ് ഈവൻ ദിസ് എഗ്, ഈ അണ്ടം പുറത്ത് വന്നാൽ തന്നെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കാരണം സർവൈവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ റീസൺസ് എല്ലാം കാരണമാണ് എപ്പോഴും ഇൻഫെർട്ടിലിറ്റി ഹയർ ആയിട്ട് നിൽക്കുന്നത് എൻഡോമെട്രോസിസിൽ. ഗ്രേഡ് എത്രത്തോളം കൂടുന്നോ ഉള്ളിലത്തെ പെൽവിക് ലീഷൻസിൻ്റെ സിവിയറിറ്റിയും ഹയർ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റീൻ്റെ ചാൻസസും അത്ര തന്നെ കൂടും.